ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, ഗസ, ഫിലസ്തീൻ, ഷാം എന്ന് പറയുന്ന മണ്ണ് നമ്മുടെ വികാരമാണ്, നമ്മുടെ വേദനയാണ്. നമ്മുടെ വിശുദ്ധ ഖുർആൻ വിളിച്ച മറ്റൊരു പേര് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ കീറി മുറിച്ച് മറുഭാഗം പ്രവേശിച്ച ഘട്ടത്തിൽ ആ വന്നത് പലസ്തീനിന്റെ മണ്ണിലേക്കായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അടിമവർഗക്കാരായി അടിസ്ഥാന വർഗക്കാരായ ഖിബ്തികളുടെ ക്രൂരമായ, ഇന്ന് ഫാഷിസ്റ്റുകൾ ഇന്ത്യയിൽ നടത്തുന്നത് പോലെ, അതേപോലെ തന്നെ ബർമയിൽ റോഹിംഗ്യൻ മുസ്ലിമുകൾക്ക് നേരെ അവിടുത്തെ ബുദ്ധിസ്റ്റ് തീവ്രവാദികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലെ പൗരത്വം നിഷേധിച്ച് ജനങ്ങളെ അടിമവർഗക്കാരായി അടിച്ചമർത്തപ്പെട്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിരുന്ന ഒരവസ്ഥ ഈ പറയുന്ന അടിസ്ഥാന വർഗക്കാർക്കിടയിൽ താമസിക്കുന്ന ഇസ്രയേലി സമൂഹത്തിനുണ്ടായിരുന്നു. അവരുടെ പീഡനങ്ങൾ എത്രത്തോളം എന്ന് വച്ചാൽ പിഞ്ചു പൈതങ്ങളെ നിലത്തടിച്ചു കൊല്ലുന്ന ഭരണാധികാരികൾ നിലനിൽക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്ന ഒരവസ്ഥ നിലനിൽക്കുകയും അത്രത്തോളം പീഡിതവർഗമായി കഴിഞ്ഞെടുത്ത് ഒരു രക്ഷയ്ക്ക് വേണ്ടി സമൂഹം മുഴുവൻ കൊതിച്ച ഒരു കാലഘട്ടത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയുടെ ഇടപെടലുകളിലൂടെ ആ ഒരു സമൂഹത്തിന് വിമോചനം കിട്ടുന്നത്. അവിടെ നിന്ന് ചെങ്കടൽ കീറി മുറിച്ച് കടന്നു വന്ന ഒരു സമൂഹത്തോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗമാണ് യാ ഖൗം ഉദ്ഖുലു അൽ അർളൽ മുഖദ്ദസ. ഇതാ പലസ്തീനിന്റെ പുണ്യഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന പടച്ച റബ്ബിന്റെ പ്രയോഗം. അവിടേക്ക് വന്ന സമയത്ത് ആ ചരിത്രം നമുക്കറിയാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം അവിടെ പ്രവേശിച്ച സന്ദർഭത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ അവിടെ പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന ഒരു ജനവിഭാഗം നിലനിൽക്കുന്നുണ്ട്. അവരെ അവിടെ നിന്ന് മാറ്റി നിർഭയത്വമുള്ള ഒരു മണ്ണാക്കി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് നിന്ന് ആ നാട്ടുകാരെ തുടച്ചു നീക്കാനും അവിടേക്ക് പ്രവേശിക്കുവാനും പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം പ്രവേശിക്കുവാനുമുള്ള സാഹചര്യം വന്നപ്പോൾ തന്റെ അനുയായികളോട് എന്റെ കൂടെ നിൽക്കണമെന്നും യുദ്ധം ചെയ്യാൻ മുന്നിൽ വരണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, അവിടെ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞ് ധിക്കാരം കാണിച്ച ഒരവസ്ഥ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ചെങ്കടൽ കീറി മുറിച്ച ദൃഷ്ടാന്തം കണ്ണുകൊണ്ട് കണ്ട ഒരു കൗമാണ് ഈ ധാർഷ്ട്യത്തോടുകൂടി പ്രവാചകനെ ഒറ്റപ്പെടുത്തി കേവലം പ്രവാചകനിൽ വിശ്വസിച്ച രണ്ട് വ്യക്തികൾ മാത്രമാണ് ആ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പോവാൻ തയ്യാറായത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ 40 വർഷത്തോളം, 40 മാസത്തോളം നിങ്ങൾ ഈ തീഹ് മരുഭൂമിയിൽ കഴിഞ്ഞുകൂടിക്കൊള്ളുക എന്നവരോട് പറയുന്നതും അവർക്കവിടെ പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ പലവിധ പ്രയാസ 40 വർഷത്തോളം തീഹ് മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്നിടത്തേക്ക് സ്വന്തം കൗമിന്റെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ അടക്കം അവിടെ പ്രയാസപ്പെടുന്നതും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതും പിന്നീട് മന്നയും സെൽവയും കിട്ടുന്നതും അത് പോരാ പച്ചക്കറികൾ വേണമെന്ന് ആവശ്യപ്പെടുന്നതും പശുവിനെ അറുക്കാനും കൊലപാതകത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതും ഒക്കെയായ സംഭവങ്ങൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ മൂസാ നബിയുടെ ചരിത്രത്തിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. മൂസാ നബി അന്ന് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. പടച്ചവനെ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ എത്തുന്നിടത്ത് അത് കാണുന്ന തൗഫീഖ് ലഭിച്ചിട്ടെങ്കിലും എനിക്ക് മരിക്കാനുള്ള ഒരു സാഹചര്യം അനുകൂലമാക്കി തരണേ എന്ന് പറയുന്നതും മൂസാ നബി മരിക്കുന്നതും മൂസാ നബിയെ ഈ പറയുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ കണ്ണെത്തും ദൂരത്ത് ഖബറടക്കം ചെയ്യപ്പെടുന്നതുമായ ചരിത്രം പലസ്തീനിന്റെ മണ്ണുമായി പരിശോധിക്കുമ്പോൾ, അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ പാദസ്പർശമേറ്റു എന്നതാണ് പലസ്തീനിന്റെ മഹത്വവും അതിന്റെ പ്രത്യേകതയും. ഇസ്രായേൽ യാത്രയിൽ ഈ മറ്റു ഭൂലോകത്തും മറ്റു ഒരു മണ്ണിനും ലഭിക്കാത്ത സവിശേഷതയാണ് ഈ പറയുന്ന പലസ്തീനിലെ ഗസയിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പ്രദേശത്തിന് ലഭിച്ചിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രായേൽ യാത്ര ഉണ്ടായപ്പോൾ ബുറാഖ് എന്ന മൃഗത്തിന്റെ പുറത്തേറി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസത്തെ മക്കയിൽ നിന്നുള്ള ഒരു മാസത്തെ യാത്രാ ദൈർഘ്യമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രി കൊണ്ട് എത്തിച്ചേരുന്നതും അവിടെ സൊഹറ എന്ന് പറയുന്ന
ഒരു പാറക്കടുത്ത് ആ ബുറാക്കിനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൈകൊണ്ട് ഓട്ടയുണ്ടാക്കി അതിനെ ബന്ധിച്ചതും, പിന്നീട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് മുൻകാലം കടന്നു പോയ മുഴുവൻ അമ്പിയാക്കളോടുമൊത്ത് ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിക്കുക എന്ന പരിപാവനമായ ഒരു സാഹചര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതും അദ്ദേഹം ബാക്കിയുള്ള അമ്പിയാക്കൾക്ക് ഇമാമായി നമസ്കരിച്ചതുമായ ചരിത്രം നമുക്ക് കാണാം. ചരിത്രം രേഖപ്പെടുത്തുന്നത് ഈ പറയുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെയും പ്രാന്ത പ്രദേശത്തിന്റെയും പരിസരത്ത് ഒരു തരി മണ്ണ് പോലുമില്ല അമ്പിയാക്കളുടെ പാദസ്പർശമേൽക്കാത്തത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് ബൈത്തുൽ മുഖദ്ദസ് പരിപാവനമായി ബറക്കത്തുള്ള ഭൂമിയായി മുഖദ്ദസായി അതിനെ പരിഗണിക്കാനുള്ള കാരണം. മാത്രവുമല്ല, നമസ്കാരമെന്ന ശ്രേഷ്ഠമായ ആരാധനയുടെ വിളംബരമാണ്. മിഅ്റാജ് യാത്രക്ക് പുറപ്പെടുന്ന പ്രവാചകന് അവിടെ വെച്ചാണ് നമസ്കാരം നിർബന്ധമായി 5 വക്തായി നിശ്ചയിക്കപ്പെടുന്നതും മൂസാ നബിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നതും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമസ്കാരത്തിന്റെ വിളംബരം മുഴുവൻ അമ്പിയാക്കളെയും ഒരുമിച്ച് നിർത്തി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർവഹിക്കാൻ സാധിച്ച ആ ഒരു മനോഹരമായ രംഗം പലസ്തീനിന്റെ മണ്ണിലാണ് ഉൾക്കൊള്ളുന്നത് എന്നത് നാം ചരിത്ര വായനയിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ സുലൈമാൻ നബിയുടെ കാലത്ത് ലമ്മ ബന ബൈത്തുൽ മുഖദ്ദസ്, അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ച സന്ദർഭത്തെ പ്രവാചക തിരുമേനിയുടെ ഹദീസിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സുലൈമാൻ നബി സഅലല്ലാഹ സലാസ, 3 കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഈ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് പ്രാർത്ഥന നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഹുക്മൻ യുസ്വാരിഫു ഹുക്മഹു, അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയിൽ, അള്ളാഹുവെ നീതിയോടെ വിധി കൽപ്പിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് നൽകണമേ, ഒരു രാജാവ് എന്നുള്ള നിലക്ക് ആ ഒരു കഴിവ് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഫഅൽതുല്ലാഹു ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഒരു സാഹചര്യം സുലൈമാൻ നബിക്ക് അനുകൂലമാക്കി കൊടുത്തു. മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ, എനിക്ക് നൽകപ്പെട്ട ഈ ഒരു രാജാധിപത്യമുണ്ടല്ലോ, ജിന്നുകളെ കീഴ്പ്പെടുത്തി തന്ന, കാറ്റിനെ കീഴ്പ്പെടുത്തി തന്ന, പക്ഷിപ്പറവാദികളുടെ സംസാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, ഉറുമ്പുകളുടെ സംസാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, ജന്തുമൃഗാദികളുടെ രാജാവായി, ജിന്നുവർഗത്തിനടക്കം രാജാവായി വാഴുന്ന ഈ ഒരു അധികാരം മനുഷ്യവർഗത്തിൽ മറ്റാർക്കും കൊടുക്കരുതേ എന്ന് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഉതിയ ലഹു, അതും അല്ലാഹു അദ്ദേഹത്തിന് നൽകി. പിന്നീട് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, ആരാണോ അള്ളാഹുവെ ഈ ബൈത്തുൽ മുഖദ്ദസ് ചവിട്ടുന്നതും ഇവിടെ വന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്നതും, ഖറജ മിൻ ഖതിഅതിഹി കയൗമി വലദതിഹി ഉമ്മുഹു, ഒരു ഉമ്മ പ്രസവിച്ചിട്ട കുഞ്ഞിനെ പോലെ വിശുദ്ധനാകുന്ന ഒരവസ്ഥ ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ചു പോകുന്ന വ്യക്തിക്ക് കിട്ടണേ എന്ന് അള്ളാഹുവിനോട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയെ പരാമർശിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെ 2 പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചു, 3ാമത്തെ പ്രാർത്ഥനയും സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണേ എന്നതാണ് എന്റെ ആഗ്രഹവും എന്റെ അഭിലാഷവും എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞത് മുതൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏറെ സാഹസപ്പെട്ട് ഒരിറക്ക് വെള്ളം പോലും കുടിക്കാതെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ ഈ നിയ്യത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന് 2 റക്അത്ത് നമസ്കരിച്ചു പോവാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്തിനു വേണ്ടി? ഒരു ഹജ്ജിന് വേണ്ടി വാഗ്ദാനം ചെയ്തത് ഒരു ഉമ്മ പ്രസവിച്ചിട്ട കുഞ്ഞിനെ പോലെ പ്രതിഫലാർഹനാവുകയും പാപസുരക്ഷിതനാവുകയും ചെയ്യുന്നതാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ചു പോകുമ്പോഴും സമാനമായ ഒരവസ്ഥയിൽ വിശുദ്ധിയിലേക്ക്, സ്വച്ഛതയിലേക്ക് ജീവിതം പരിവർത്തിക്കപ്പെടാൻ സുലൈമാൻ നബിയുടെ ഈ പ്രാർത്ഥനയെ മുൻനിർത്തി റസൂലുള്ള പറഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ അതിനെ അനുഷ്ഠിച്ചും ആചരിച്ചും കൊണ്ടു നടന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മഹാനായ പ്രവാചകൻ പറഞ്ഞില്ലേ, ലാ തുശദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, പുണ്യം തേടി മുസ്ലിം സമുദായം 3 പള്ളികളിലേക്കല്ലാതെ യാത്ര പോവാൻ പാടില്ല. ആരാണ് അജ്മീറിനും
നാഗൂറിനും മുത്തുപേട്ടക്കും മുനമ്പത്തിനും ഭീമാപ്പള്ളിക്കുമൊക്കെ മമ്പുറത്തിനുമൊക്കെ ഉള്ളാളൻ തങ്ങളുടെ ഇത്തരം പള്ളികൾക്കൊക്കെ ഇത്തരം പുണ്യങ്ങളെ പരാമർശിച്ചതും അതൊക്കെ കൂലിയുണ്ട് എന്ന് പറഞ്ഞതും തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി മാറ്റിയതും അത് വഹയിന് വിരുദ്ധമാണ്. 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് വന്നു കിട്ടിയ വഹയിൽ പടച്ച റബ്ബിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് വളരെ ചിന്തനീയമാണ്. ലാ തുശദ്ദു റിഹാൽ, പുണ്യം തേടി നിങ്ങൾ യാത്ര പോവാൻ പാടില്ല. ബാക്കി എല്ലാ പള്ളികളെയും ഈ പറയുന്ന പുണ്യം തേടി തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലക്കുള്ള ലോകത്തുള്ള എല്ലാ പള്ളികളും ഒരേപോലെയാണ്. നമസ്കരിച്ചാൽ കൂലി കിട്ടുന്ന, ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടുന്ന, ഇഅ്തികാഫിരിക്കാൻ സാധിക്കുന്ന ഒരേപോലെയുള്ള പള്ളിയാണ്. എന്നാൽ തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു പുണ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് 3 പള്ളികളിലേക്ക് മുസ്ലിം സമുദായം പോവാൻ പാടുള്ളൂ. അതൊന്ന് മസ്ജിദുൽ ഹറം, മക്കത്തെ പള്ളിയാണ്, അതിന്റെ പ്രതിഫലം 1,00,000 മറ്റൊന്ന് മസ്ജിദുൻ നബവി, അതിന്റെ പ്രതിഫലം 1000 മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ്, അവിടുത്തെ പ്രതിഫലം 500 നമസ്കാരത്തിന്റെ കൂലിയാണ്. നമസ്കാരമാണ് പ്രാധാന്യം, ഖബർ സന്ദർശനമല്ല, ഖബറാളിയോടുള്ള പ്രാർത്ഥനയല്ല, ഖബർ കണ്ടു പോരുക എന്നുള്ളതുമല്ല, ഒരിക്കലുമല്ല. മറിച്ച് ആ പള്ളിയിലെത്തി പ്രപഞ്ച സൃഷ്ടാവിന്റെ മുമ്പിൽ ജീവിതത്തിൽ വെച്ചു നീട്ടിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും സുജൂദിലേക്ക് വീണ് നന്ദി കാണിക്കുക എന്ന മഹാപുണ്യമാണ് ഓരോ തീർത്ഥാടനത്തിലും ഒരു വിശ്വാസി ലക്ഷ്യം വെക്കേണ്ടത് എന്നതാണ് ഇസ്ലാം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, ഗസ, ഫിലസ്തീൻ, ഷാം എന്ന് പറയുന്ന മണ്ണ് നമ്മുടെ വികാരമാണ്, നമ്മുടെ വേദനയാണ്, നമ്മുടെ പുണ്യ പ്രദേശമാണ്.